വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുകയും അത് ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജമിയത്തുൽ ഉലമ പ്രസ്തുത വിഷയം ചർച്ചക്കെടുക്കുകയായിരുന്നു. 10/4/2007 മുതൽ ആ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായി ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ വിഷയം ജമിയത്തുൽ ഉലമ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ തുടങ്ങിയത് 2007 ഏപ്രിൽ മാസം 10-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി നമ്മൾ അറിയിക്കുകയാണ്. എന്നിട്ട് ആ ചർച്ചയുടെ ഭാഗമായി നേതൃത്വം നമ്മളെ അറിയിക്കുന്നത് ഇത് പ്രബോധന രംഗത്ത് വിഷയമാക്കരുതെന്ന് തീരുമാനിക്കുകയും ആളുകളുമായി ചർച്ച ചെയ്തു, പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്തു, ആവശ്യമായ സംസ്കൃതത്തിന്റെ പ്രബന്ധങ്ങൾ ക്ഷണിക്കുകയും ആ പ്രബന്ധങ്ങൾ പഠിക്കുകയും അതിനുശേഷം അവരോട് വീണ്ടും ചർച്ച ചെയ്യുകയും നേരത്തെ മടവൂരികളോട് കാണിച്ച ആ സമീപനത്തെ പോലെ തന്നെ ഈ വിഷയത്തിലും കേരള ജമിയത്തുൽ ഉലമ സമീപനം സ്വീകരിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഈ വിഷയം അഥവാ ജിന്നി പിശാചി എന്നുള്ള ഈ വിഷയം ഇത് പ്രബോധന രംഗത്തെ വിഷയമാക്കരുത്. പ്രബോധനത്തിന്റെ മുഖ്യ വിഷയമായി ഇന്ന് വരെയുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം തൗഹീദിന്റെ പ്രബോധനമാണ്, പ്രബോധനമാണ്. ശിർക്കിനെ സംബന്ധിച്ച്, വിദേഹത്തിനെ സംബന്ധിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ബാധ്യതയാണ് നമുക്ക് ഏവർക്കുമുള്ളത് എന്ന് കൃത്യമായി പറയുകയാണ്. ഇത് പ്രബോധന രംഗത്ത് വിഷയമാക്കണമെന്ന് തീരുമാനിക്കുകയും പ്രസ്തുത തീരുമാനം 29/2010 ചേർന്ന കേരള ജമിയത്തുൽ ഉലമ നിർവാഹക സമിതിയും പ്രബന്ധകർത്താക്കളും ഏകകണ്ഠമായി അംഗീകരിക്കുകയും ചെയ്തു. ആരുടെ ഭാഗത്ത് നിന്നൊക്കെയാണോ ഈ വിഷയത്തിൽ പ്രബന്ധങ്ങൾ വാങ്ങിച്ചത് ആ ആളുകളും അതേപോലെ തന്നെ കേരള ജമിയത്തുൽ ഉലമയുടെ നിർവാഹക സമിതി അംഗങ്ങളും ഈ വിഷയത്തിൽ ഇത് പ്രബോധനത്തിന്റെ മുഖ്യ വിഷയമാക്കരുത് എന്ന് കൃത്യമായി ഐക്യകണ്ഠേയമായി തീരുമാനിക്കുകയുണ്ടായി എന്ന് ഈ സർക്കിളിലൂടെ നമ്മെ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൂറിയുടെ മുമ്പിൽ ലഭിച്ച 2 പ്രബന്ധങ്ങളും സവിസ്തരം പഠിച്ച ശേഷം പ്രബന്ധകർത്താക്കളുമായി പ്രത്യേകം ചർച്ച ചെയ്തു. ആ രൂപത്തിലാണ് ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങൾ എടുത്തത്. ഒന്ന് അതിന്റെ വൈജ്ഞാനികമായ വശമാണ്, 2 അതിന്റെ സംഘടനാപരമായ വശമാണ്. സമയത്തിന്റെ കുറവ് കൊണ്ട് ഈ 2 കാര്യങ്ങളിലും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ഒന്ന്, വൈജ്ഞാനികമായ വിഷയങ്ങൾ വിശദീകരിച്ചപ്പോൾ നെതുവർത്തി നമ്മെ അറിയിക്കുകയാണ്. ഈ വിഷയത്തിൽ അഥവാ ജിന്നി പിശാചി എന്നുള്ള ഈ വിഷയത്തിൽ ആധുനികരും അല്ലാത്തവരുമായ പണ്ഡിതന്മാർ വ്യത്യസ്ത വീക്ഷണം വെച്ച് പുറത്തുന്നു എന്ന് കാണാം. ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട്, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ വ്യക്തികളുടെ അഭിപ്രായങ്ങളെക്കാൾ പ്രമാണങ്ങളെയാണല്ലോ നാം അവലംബിക്കേണ്ടത്. അതാണ് നിലപാട്. പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ടാവാം. സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെയുള്ള മദ്ഹബിന്റെ ഇമാമുമാരൊക്കെ തന്നെ ഒട്ടേറെ വിഷയങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളെയെല്ലാം നമ്മൾ സ്വീകരിക്കാറുള്ളത് പ്രമാണങ്ങളോട് കത്തിച്ചു നോക്കിയിട്ടാണ്. പ്രമാണങ്ങളോട് യോജിക്കും, പ്രമാണങ്ങളോട് യോജിക്കാതെ അവരോടുള്ള ബഹുമാനം പരിപൂർണമായി കൽപ്പിച്ചുകൊണ്ട് അവർക്ക് നൽകിക്കൊണ്ട് അവരുടെ ആ അഭിപ്രായത്തെ മനസ്സിലാക്കും. ഇതാണ് എല്ലാ വിഷയത്തിലും ഈ വിഷയത്തിലും വ്യക്തികളുടെ അഭിപ്രായങ്ങളെക്കാളും പ്രമാണങ്ങളെയാണല്ലോ നാം അവലംബിക്കേണ്ടത് എന്ന് കൃത്യമായ ഒരു സന്ദേശമാണ് ഈ സംസ്കൃതത്തിലൂടെ അതിന്റെ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത്. ഇതായിരിക്കണം നമ്മുടെ നിലപാട്, ഇതായിരിക്കണം നമ്മുടെ സംസ്കരണം. അതോടൊപ്പം ഈ വിഷയത്തിൽ സംഘടനാപരമായ നിർദ്ദേശം കേരള അതിന്റെ കീഴ്ഘടകങ്ങൾക്ക് നൽകുന്നില്ല. എന്നാൽ പ്രബോധന രംഗത്ത് ഇതൊരു വിഷയമായി ചർച്ച ചെയ്യപ്പെടുകയും ഇസ്രായേൽ പ്രവർത്തകരും പ്രബോധകരും ഇതിനായി ചർച്ചയിൽ ഏർപ്പെടുകയും സമയം ചെലവഴിക്കുകയും ചെയ്യരുതെന്ന് നിർദ്ദേശിക്കുന്നു. ഇതാണ് വളരെ പ്രസക്തമായ ഒരു നിർദ്ദേശം. ഇത് മുഖ്യ വിഷയമാണ്. സംസാരത്തിൽ എവിടെ നോക്കിയാലും ഇതിന്റെ വിഷയം, ആര് തമ്മിൽ കണ്ടാലും ചർച്ച ചെയ്യുന്ന ഈ ഒരു വിഷയം, എവിടെ ചെന്നാലും ചർച്ച ചെയ്യുന്ന ഈ വിഷയം, ഇതിനിടയിലൂടെ പ്രബോധനം എന്ന നമ്മുടെ മുഖ്യ ദൗത്യത്തിൽ നിന്ന് നാം പിന്തിരിഞ്ഞു പോകുന്നു. അങ്ങനത്തെ ഒരു കാരണം ഒരിക്കലും ഈ വിഷയത്തിൽ ഉണ്ടാകരുത് എന്ന കൃത്യമായ മുന്നറിയിപ്പ് നമ്മുടെ നേതൃത്വം നമുക്ക് നൽകുകയാണ്. തന്നെയുമല്ല, പ്രബോധന വിഷയങ്ങളിൽ മുൻഗണന കൊടുക്കേണ്ട കാര്യങ്ങളിൽ തലമുറ മാതൃകയാണ് നാം പിന്തുടരണമെന്നും പ്രസക്തമല്ലാത്തതും ആശയക്കുഴപ്പത്തിന് ഇടവരുത്തുന്നതുമായ കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കരുതെന്നും പുറത്തുന്നു. 2 വ്യക്തമായ സന്ദേശം പ്രബോധനത്തിന്റെ മുഖ്യ വിഷയമായി സ്വീകരിക്കാൻ പാടില്ല. ആശയക്കുഴപ്പം ഉണ്ടാകും വിധം ആളുകൾ പ്രവർത്തകർക്കിടയിൽ ഈ വിഷയത്തിൽ അങ്കലാപം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ കൃത്യമായിട്ട് നമ്മെ അറിയിക്കുകയുണ്ടായി. പക്ഷേ ഈ ഒരു സന്ദേശം ഓരോ യൂണിറ്റുകൾക്കും ഒതുക്കിയതിനു ശേഷം നമ്മുടെ പ്രവർത്തകർക്കിടയിലുണ്ടായ ദീനിയായ സമീപനം
കൃത്യമായി ഉപയോഗിക്കുന്നതിന് പകരം ചില അവസരങ്ങൾ ഉണ്ടാവുകയുണ്ടായി. ഈ പ്രസ്ഥാനത്തിലേക്ക് ഈയിടെയായി വീണ്ടാമതും കടന്നു വന്ന ഒരു വ്യക്തി എന്നതിലേക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ചില സുഹൃത്തുക്കളിൽ നിന്നും ഈ ഒരു സർക്കിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതും എനിക്ക് കേൾക്കാനും പലരും ഞാനുമായി സംസാരിക്കുകയുണ്ടായി. പല ആളുകളും പറഞ്ഞു, എന്താണ് ഈ സർക്കുലർ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ട എന്നാണോ പറയുന്നത്? വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യം ജനങ്ങളോട് പറയാൻ പാടില്ല എന്നാണോ? സഹിയായ ഹദീസിൽ വന്ന കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കണ്ട എന്നാണോ എന്ന് പറഞ്ഞ് എവിടം വരെ എത്തി എന്ന് ചോദിച്ചാൽ കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരൊന്നും പണ്ഡിതന്മാരെ അല്ല. കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് അത് സുന്നതമാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ആ ഒരു സന്ദർഭം വരെ എത്തുകയുണ്ടായി. എത്രമാത്രം ദുഃഖകരമായ അവസ്ഥയാണ്. എന്താണ് സഹോദരങ്ങളെ, സുന്നതഗോത്രി എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സഭയുടെ പണ്ഡിത സഭയ്ക്ക് ഉപയോഗിക്കുന്ന പേരാണ് സുന്നതഗോത്രി എന്നത്. അഥവാ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ അവരുടെ ബൈബിളിൽ നിന്നും അവരെടുത്തുമാക്കും. അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ബൈബിളിലേക്ക് അവർ കൂട്ടിച്ചേർക്കും. ഈ രൂപത്തിൽ കേരള ജമിയത്തുൽ ഉലമ എന്നത് ഒരു സുന്നതദാസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില വ്യക്തികൾ നേരിട്ടും അല്ലാതെയും സംസാരിക്കുകയുണ്ടായി. ഈ ഒരു അവസ്ഥ സമൂഹത്തിൽ പ്രത്യേകിച്ച് മുജാഹിദ് പ്രവർത്തനത്തിനിടയിൽ കടന്നു വന്നപ്പോൾ ഈ സർക്കുലറെ കുറിച്ചും നമ്മുടെ പണ്ഡിതന്മാരെ കുറിച്ചും വ്യത്യസ്തമായ മുറിവുറുപ്പുകൾ വന്നപ്പോൾ വിഷയം വീണ്ടും ഈ പ്രബോധന വേദിയിലേക്ക് വീണ്ടും വന്നു. എന്നിട്ട് ഇവരുടെ വിഷയം വീണ്ടും ചർച്ചയ്ക്ക് വിഷയമായി ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. ആളുകൾ ചോദിക്കാൻ തുടങ്ങി, ഇതെങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാം, ഇതെങ്ങനെ വീട്ടിൽ വന്നതല്ലേ, ഇതെങ്ങനെ ജനങ്ങളെ പഠിപ്പിക്കണ്ട എന്ന് പറയാം. ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കണ്ട എന്നല്ല കേരളത്തിന്റെ നിർദ്ദേശം. നമ്മുടെ പ്രബോധനത്തിന്റെ മുഖ്യ വിഷയം ഇതാവരുത്. നമുക്ക് പറയാനുള്ളത് കേരളക്കരയിൽ ഒട്ടനേകം കോടിക്കണക്കിന് മനുഷ്യന്മാർ ശിർക്കിലും വിദ്യാർത്ഥിയും കുഫറിലുമാണ് കിടക്കുന്നത്. അവർക്ക് ഹിദായത്തിന്റെ സന്ദേശം എത്തിക്കാനുള്ള ബാധ്യതയാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. അതുകൊണ്ട് അതാണ് നമ്മൾ പറയേണ്ടത്, അതിലാണ് നമ്മൾ പ്രതികരിക്കപ്പെടേണ്ടത് എന്നൊരു സന്ദേശമാണ്. അതല്ലാതെ ഈ വിഷയം ജനങ്ങളോട് തീരെ പറയാൻ പാടില്ല എന്നൊരു ബന്ധമല്ല. പക്ഷേ വിഷയം സംഭവിച്ചത് എന്താണ്? വീണ്ടും ചർച്ചയ്ക്ക് വിധേയമായപ്പോൾ ഈ വിഷയം വീണ്ടും പൊതുവേദിയിൽ വരികയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾക്കറിയാം, കേരളത്തിൽ കാന്തവേ മഹബൂബ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മുസ്ലിം പുരോഹിതൻ പ്രവാചകന്റെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു രണ്ട് കള്ളമുടി കഷ്ണങ്ങൾ കേരളത്തിലേക്ക് അബുദാബിയിൽ നിന്നുള്ള ഒരു അറബി മുഖേന ഇറക്കുമതി ചെയ്യുകയും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഹോൾസെയിൽ വ്യാപാര കേന്ദ്രമാക്കാൻ വേണ്ടി അതിനവർ തിരഞ്ഞെടുക്കുകയും ചെയ്തു. കേരളത്തിൽ എല്ലാ പണ്ഡിതന്മാരും എല്ലാ സംഘടനകളും അവരുടെ പ്രബോധന രീതിയിൽ ഒരു ചർച്ചാ വിഷയമായി കൊണ്ടുവരികയുണ്ടായി. ഈ സമയത്ത് ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായ അവബോധം നമ്മുടെ പണ്ഡിതന്മാർക്ക്, നമ്മുടെ നാടിന്മാർക്ക് നൽകണം എന്നതിന് വേണ്ടി കോഴിക്കോട് TV ടവറിൽ വെച്ച് നമ്മുടെ ആസ്ഥാന മന്ദിരത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രബോധനന്മാരെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരികയുണ്ടായി. ആ വെല്ലുവിളി കൂട്ടിയപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കൃത്യമായ നിർദ്ദേശം നമ്മുടെ പണ്ഡിതന്മാർ നൽകുകയും നമ്മുടെ നാടിമാർ ഈ വിഷയത്തെ സംബന്ധിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുവാനുള്ള തയ്യാറെടുപ്പെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരു പണ്ഡിത സഹോദരൻ അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ ചർച്ചയുടെയും ആ അന്തസത്ത നഷ്ടപ്പെടുത്തും വിധം മറ്റൊരു വിഷയം ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമെന്നോ ദൗർഭാഗ്യമെന്നോ എന്ന് പറയാൻ എനിക്കറിയില്ല. ആ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരുന്ന സമയത്ത് കഴിഞ്ഞ ഏപ്രിലിൽ ഞാൻ നാട്ടിലേക്ക് ലീവിന് പോകുന്ന സമയത്ത് ഒറ്റ പ്രാവശ്യമാണ് TV ടവറിൽ പോയത്. അത് ഈ ചർച്ച നടക്കുന്ന സമയത്തായിരുന്നു. ആകപ്പാടും ബഹളമയമായിട്ടുള്ള ഒരു വിഷയം അതിലേക്ക് എടുത്തിടുകയും ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യണം, കേരള ജമിയത്തുൽ ഉലമ ഇത് ചർച്ച ചെയ്തിട്ടില്ല, ഇത് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ വിഷയം കൊണ്ടുവന്നിടുകയും അന്ന് വൈകുന്നേരം വരെ ഏതൊരു വിഷയമാണോ കൃത്യമായി സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി ദായിമാരെ തയ്യാറാക്കിയിരുന്നത് എന്ന ആ ലക്ഷ്യത്തിൽ നിന്നും പൂർണ്ണമായി തെറ്റിച്ചുകൊണ്ട് ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്ക് വന്നു. അങ്ങനെയാണ് കേരള ജമിയത്തുൽ ഉലമയുടെ മുമ്പിൽ വീണ്ടും ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നത്. ആ ചർച്ചയ്ക്ക് വരുന്നതിന് കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു രൂപരേഖ ഉണ്ടാക്കി നമ്മുടെ ഉന്നതന്മാരായ 2 പണ്ഡിതന്മാർ. ആ 2 പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അവർ ഉൾക്കൊള്ളുന്ന 10 അംഗങ്ങൾ 10 പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്നുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു 21/6/2011 21/6/2011 ഒരിക്കലുള്ള മദീനത്തുൽ ഉലൂമിന്റെ ആ അങ്കണത്തിൽ വെച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെ വിശദമായ ചർച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു. ആ ചർച്ചയെ സംബന്ധിച്ച് ചില പണ്ഡിതന്മാർ തന്നെ പൊതുവേദിയിൽ പ്രസംഗിച്ചത് വിജ്ഞാനപ്രദമായ ചർച്ചയായിരുന്നു. അത്
ഐക്യകണ്ഠേനയുള്ള തീരുമാനങ്ങൾ 10-16 തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തു. ആ തീരുമാനങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ കേരള ജമിയത്തുൽ ഉലമ അത് കൊടുത്തിട്ടുണ്ട്. അതവർ ചർച്ച ചെയ്യും, അതവർ അംഗീകരിക്കട്ടെ. എന്തിനാണ് നിങ്ങൾ ധൃതി കൂട്ടുന്നത് എന്നൊക്കെ ഈ വിഷയ സംബന്ധമായി പരസ്യമായി തന്നെ പ്രസംഗിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആ രൂപത്തിൽ ഐക്യകണ്ഠേന നിലവത്തിന്റെ 10 പണ്ഡിതന്മാർ കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയും പോലെയുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും പണ്ഡിതോചിതമായ ചർച്ച നടത്തിക്കൊണ്ട് ആ ചർച്ചയിൽ കൃത്യമായ തീരുമാനം അവർ എടുക്കുകയും ചെയ്യുകയുണ്ടായി. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന സംഘടനയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ ഏറ്റവും മുമ്പിൽ തന്നെ ആമുഖം എന്നോണം ഇക്കാര്യം സൂചിപ്പിച്ചിട്ട് ആ ലെറ്റർ കേരള ജമിയത്തുൽ ഉലമക്ക് സമർപ്പിച്ച ലെറ്ററിന്റെ തുടക്കം പറയുന്നത് ഇങ്ങനെയാണ്: ജിന്നവാദ, റുഖിയ ശർഇയ്യ എന്നിവ സംബന്ധിച്ച് മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുത്തവരും KNM KJU മുമ്പാകെ സമർപ്പിക്കുന്നതിനായി അവർ ഏകകണ്ഠമായി അംഗീകരിച്ച് ഒപ്പുവെച്ച കാര്യങ്ങളും ഇതാണ് ഇതിന്റെ തീരുമാനത്തിന്റെ ആമുഖം എന്നോണം പറയുന്നത്. പ്രവർത്തകർക്കിടയിൽ ജിന്നവാദ, റുഖിയ ശർഇയ്യ ഇത് സംബന്ധിച്ച് മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ചർച്ച നടന്നു. ആ ചർച്ചയിൽ നടന്ന് പങ്കെടുത്ത പണ്ഡിതന്മാർ KNMന്റെയും KJUന്റെയും മുമ്പാകെ സമർപ്പിക്കുന്നതിനായി അവർ ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ് എന്ന ഈ തീരുമാനം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ പ്രമാണങ്ങളുടെ സമീപനത്തിന്റെ ഈ പ്രസ്ഥാനം സ്വീകരിക്കുന്ന തത്വസംഹിത വ്യക്തമായി സമുദായത്തിന്റെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള തീരുമാനമാണ്. ഈ തീരുമാനത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ, ഈ തീരുമാനത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ അടങ്ങി നിന്നിരുന്നെങ്കിൽ, ഈ തീരുമാനത്തിനനുസരിച്ച് പ്രബോധവേദിയിലേക്ക് നമ്മുടെ പണ്ഡിതന്മാർ പോയിരുന്നുവെങ്കിൽ സഹോദരന്മാരെ ഇതുപോലത്തെയുള്ള ഒരു വിശദീകരണം ഇവിടെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല. ഇതുപോലത്തെ ഒരു വിശദീകരണം ഇവിടെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഈ തീരുമാനങ്ങളെ കുറിച്ച് കേരള ജമിയത്തുൽ ഉലമ അംഗീകരിക്കുകയുണ്ടായി. ഇത് അംഗീകരിച്ച് പ്രത്യേകമായ തർക്കമൊന്നും നടത്തിയിട്ടില്ല. കാരണം ഐക്യകണ്ഠേന തീരുമാനിച്ച സംഗതികളാണ്. ഈ 10 പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഐക്യകണ്ഠേന തീരുമാനിച്ച സംഗതിയാണ്. ഇത് കേരള ജമിയത്തുൽ ഉലമയെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായും തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ല. പണ്ഡിത സംഘടന എന്ന നിലയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ അഭിപ്രായ വ്യത്യാസങ്ങളെ പ്രമാണബന്ധിതമായി പഠനം നടത്തി, ചർച്ച നടത്തി അതിനൊരു തീരുമാനമെടുക്കേണ്ടത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഈ തത്വമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തേണ്ടതില്ല. പക്ഷെ അതോടൊപ്പം ഒരു കാര്യം കേരള ജമിയത്തുൽ ഉലമ, കേരള മുസ്ലിം മുജാഹിദീന്റെ നിർദ്ദേശം നൽകുകയുണ്ടായി. ഈ വിഷയ സംബന്ധമായി നേരത്തെ കേരള ജമിയത്തുൽ ഉലമ നടത്തിയ, ഞാൻ നേരത്തെ വായിച്ച തത്വങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അഭ്യൂഹങ്ങൾ പരത്തുന്നുണ്ട്. സംഘടനയെയും സംഘടനയുടെ പണ്ഡിതന്മാരെയും സംബന്ധിച്ച് കൃത്യമായ മുറിവുറുപ്പുകളും ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും വികഴിക്കലുകളും സമൂഹമധ്യേ പ്രവർത്തകർക്കിടയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സർക്കുലർ, ആ വരികളിൽ മാത്രം പരിമിതപ്പെടുത്താതെ ഈ വിഷയം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുക്കാൻ കേരള മുസ്ലിം മുജാഹിദീന്റെ സംസ്ഥാന നിർവാഹക സമിതി ആവശ്യമായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കണമെന്ന് കേരള ജമിയത്തുൽ ഉലമ KNMന് നിർദ്ദേശം നൽകുകയുണ്ടായി. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശദീകരണ യോഗങ്ങൾ നടത്തുകയുണ്ടായി. സംഘടനാപരമായി സ്വീകരിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ട് ആദ്യം വഹിക്കേണ്ട ആളുകളെ കൃത്യമായി അവരെ മാത്രം വിളിച്ചുകൊണ്ട് അവരെ അറിയിക്കുകയുണ്ടായി. പിന്നീട് സംസ്ഥാന തലത്തിൽ അറിയിക്കേണ്ടവരെ അറിയിച്ചു, പിന്നീട് ജില്ലാ തലത്തിൽ അറിയിക്കേണ്ടവരെ അറിയിച്ചു, മണ്ഡലം തലത്തിൽ അറിയിക്കേണ്ടവരെ ഇപ്പോൾ നാട്ടിൽ അറിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ രൂപത്തിൽ ഇത് ഇങ്ങനെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ തീരുമാനത്തെ പരിപൂർണമായും അട്ടിമറിക്കുന്ന രൂപത്തിലുള്ള മറുപ്രവർത്തനം ചില സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. സംഘടനയെന്ന് പറയട്ടെ, ഏതുപോലെയെന്ന് ചോദിച്ചാൽ നേരത്തെ മടവൂരികളുമായി ഉണ്ടായ 2 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ആ പ്രബന്ധങ്ങൾക്ക് മറുപടി പ്രബന്ധങ്ങൾ സമർപ്പിക്കുകയും പിന്നീട് മണിക്കൂറുകളോളം മുഖാമുഖം ചർച്ച ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ആ ചർച്ചയും കഴിഞ്ഞ് കേരള ജമിയത്തുൽ ഉലമ 18 തീരുമാനമെടുക്കുകയുണ്ടായി. നമുക്ക് ഏവർക്കും അറിയാം, ആ 18 തീരുമാനങ്ങൾ എടുത്തപ്പോൾ
ആ 18 തീരുമാനങ്ങൾ എടുത്തപ്പോൾ ആ തീരുമാനത്തിൽ നിൽക്കുന്നതിന് പകരം ഈ സമുദായത്തെ, ഈ സംഘടനയെ ഐക്യത്തോടുകൂടി മുന്നോട്ട് നയിക്കുന്നതിന് പകരം ആ 18 തീരുമാനങ്ങളെയും കാട്ടിൽ കലർത്തിക്കൊണ്ട് ഒരു നീലപുസ്തകം എന്ന പേരിൽ ഒരു ചിത്രകൃതി ഇറക്കുകയും ആ ചിത്രകൃതിയെ അവലംബിച്ചുകൊണ്ട് ആ വിഭാഗത്തെ അനുകൂലിക്കുന്ന പ്രവർത്തകരും പണ്ഡിതന്മാരുമായ ആളുകൾ നാടിനീളെ കവലപ്രസംഗങ്ങൾ നടത്തി കമ്മ്യൂണിസ്റ്റ് ഘടനയുടെ 18 തീരുമാനങ്ങൾക്കെതിരെ നിന്നുകൊണ്ട് ഈ സമുദായത്തിൽ, ഈ സംഘടനയിൽ അവർ ബിൽഡിട്ടുണ്ടാക്കി. അതാണല്ലോ യഥാർത്ഥത്തിൽ ഈ സംഘടന അതുപോലെ ഈ 10 പണ്ഡിതന്മാർ കൂടിയിരുന്ന 13 തീരുമാനങ്ങൾ, ഈ 13 തീരുമാനങ്ങൾ പലതിനെയും കാട്ടിൽ പരത്തുന്ന വിധത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചത്. ഹദീസ് സെമിനാർ എന്ന രൂപത്തിൽ കേരളത്തിന്റെ ഒരു മൂലയിൽ സംഘടിപ്പിച്ച പരിപാടി, ആ പരിപാടിയായിരുന്നു ഇതിന് ഔദ്യോഗികമായ തുടക്കം കുറിച്ചത്, പരസ്യമായിട്ടുള്ള തുടക്കം കുറിച്ചത്. ആ സീഡി, ആ പ്രോഗ്രാമിന്റെ സീഡി നാളെ നീളെ വിതരണം ചെയ്യപ്പെട്ടു. ഏതുവരെയെന്ന് വെച്ചാൽ അച്ഛൻ്റെ വരുന്ന സമയത്ത് പോലും നീതിന്യായമായ നീതികളുടെ കൂട്ടം കയ്യിൽ കരുതിയിട്ട് കാണുന്നവർക്കൊക്കെ വിതരണം ചെയ്യുകയും ഇത് നിങ്ങൾ കേൾക്കണം, ഇത് നിങ്ങൾ പഠിക്കണം, ഇതെന്താണ് നിങ്ങൾ വിതരണം ചെയ്യാത്തത് എന്നിങ്ങനെയുള്ള സംസാരങ്ങൾ നടത്തിയിട്ട് വ്യാപകമായി വിതരണം ചെയ്യുകയും ആളുകൾക്കിടയിൽ നീതിന്യായമായി അങ്കലാപ്പുകളും അതേപോലെ ആശയക്കുഴപ്പവും ഉണ്ടാക്കുകയും ചെയ്തു. ഈ സമയത്താണ് കേരള ജമിയത്തുൽ ഉലമ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണങ്ങൾ വളരെ വ്യാപകമാക്കുവാനും ആ വിശദീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ തീരുമാനത്തിന്റെ 21/6/2011 ഒരിക്കൽ വെച്ച് നടന്ന ചർച്ചയിൽ നടന്ന ഈ തീരുമാനം, ഇതിൽ 1ാമത്തെ തീരുമാനം ഞാൻ നേരത്തെ വായിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഇതിൽ പറയുന്ന 13ാമത്തെ തീരുമാനം അത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1ാമത്തേത് 10 പണ്ഡിതന്മാരും ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണിത്. ഇത് കേരളത്തിലും കേരളയിലും സമർപ്പിക്കുകയാണ് എന്നാണ് ഇതിന്റെ ആമുഖത്തിലുള്ളത്. 13ാമത്തെ തീരുമാനത്തിലുള്ളത് ഈ കാര്യങ്ങൾ, അഥവാ മുകളിൽ പറഞ്ഞ 12 കാര്യങ്ങളും ഈ കാര്യങ്ങൾ പരിഗണിക്കും. KJUM KNM നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശങ്ങളോട് യോജിച്ചുകൊണ്ട് മാത്രം എല്ലാവരും പ്രവർത്തിക്കേണ്ടതാണ്. ഇതാണ് ഈ 10 പണ്ഡിതന്മാരെടുത്ത 13ാമത്തെ തീരുമാനം. അത് നേരത്തെ പറഞ്ഞ 12 തീരുമാനങ്ങൾ പരിഗണിച്ചുകൊണ്ട് KNM-ഉം KJUM ഏതൊരു മാർഗനിർദ്ദേശമാണോ നൽകുന്നത് ആ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ മുന്നോട്ട് പോകേണ്ടത്. അത് മുന്നോട്ട് പോകും എന്നുള്ള ഉറപ്പാണ് യഥാർത്ഥത്തിൽ ഈ ഒരു തീരുമാനത്തിലൂടെ സംഘടനയെ ഔദ്യോഗികമായി എടുത്തത്. ആ തീരുമാനത്തിന്റെ ഘടകവിരുദ്ധമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് സെമിനാർ എന്ന ആ പരിപാടിയിൽ നടന്ന പ്രസംഗങ്ങളും എന്ന് സാമർഥികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. KJUവിന്റെ വിശദീകരണ കേന്ദ്രങ്ങൾ നടന്നു, KJUവിന്റെ വിശദീകരണ യോഗങ്ങൾ നടന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സീഡികൾ വിതരണം ചെയ്തു. സാമർഥികമായി സൂക്ഷിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 സീഡികളും നമ്മുടെ സെന്ററിൽ വരികയുണ്ടായി. ഈ 2 സീഡികളും ഇസ്രായേൽ സെന്ററിന്റെ പ്രബോധന വിഭാഗം കൈകാര്യം ചെയ്യുന്ന പണ്ഡിതൻ അത് കേൾക്കുകയും ആ കേട്ടതിന്റെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഇതിൽ ഒരു സീഡിയെ സംബന്ധിച്ച് ഒട്ടേറെ ആശയക്കുഴപ്പങ്ങളുണ്ട് എന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് വിതരണം ചെയ്യേണ്ടതായി തീരുമാനിക്കുകയും, രണ്ടാമത്തേതിൽ ഇന്നിന്റെ കുഴപ്പങ്ങളുണ്ട്, ആ കുഴപ്പങ്ങൾ നീക്കിയാൽ അത് വിതരണം ചെയ്യാം എന്ന് പറയുകയും ചെയ്തു. പിന്നീട് സംഘടനാപരമായി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സീഡി ഇവിടെ വിതരണം ചെയ്യുന്നത് നമ്മൾ നിർത്തുകയും ചെയ്തു. ഒന്നാം സഹോദരങ്ങളെ, ഇവിടെ വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ട ഹദീസ് സെമിനാറിൽ വളരെ പ്രധാനമായി നടത്തുന്ന ഒരു പ്രസംഗത്തിന്റെ സീഡി ആളുകൾക്കിടയിൽ വ്യാപകമായി ഈ ഇരിക്കുന്ന ആളുകളിൽ പല ആളുകളും അത് കേട്ടതായിരുന്നു. വളരെ നല്ല മനസ്സോടെ, കൃത്യമായ മനസ്സോടെ, വളരെ യാതൊരുവിധ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചെറുപ്പമില്ലാതെ ശുദ്ധമായ മനസ്സാക്ഷിയോട് 100 വട്ടം ചോദിച്ചതിന് ശേഷം കൃത്യമായി സഹോദരങ്ങളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട 3 അടിസ്ഥാനപരമായ അബദ്ധങ്ങൾ ആ സീഡി നിങ്ങൾ വളരെ ശാന്തമായ രൂപത്തിൽ മുൻ തീരുമാനമില്ലാതെ കേൾക്കുന്ന ഏതൊരാൾക്കും അതിന് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ്? ഒന്നാമത്തേത്, ഒട്ടേറെ വിഷയങ്ങളിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. പണ്ഡിതന്മാരുടെ പൊതുവേദികളിലുള്ള പ്രസംഗങ്ങൾക്ക് വിപരീതമായി ഒട്ടേറെ വിഷയങ്ങളിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് സന്ദേശമായി നൽകുന്നു. മറ്റൊന്ന്, സംഘടനയുടെ തീരുമാനത്തിനും സംഘടനയുടെ നയങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള വാക്കുകളും വാചകങ്ങളും അതിലൂടെ ജനങ്ങൾക്ക് നൽകുന്നു. മൂന്നാമത്, പുതിയ ഒരു മന്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുകയും ചെയ്യുന്നു. ഈ 3 വളരെ പ്രധാനപ്പെട്ട സംഗതികൾ ആ തീരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുത്തുന്നതാണ്. എന്താണ്? വെറുതെ 3 ആരോപണങ്ങൾ നടത്തുകയല്ല, വെറുതെ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക
നടക്കുകയാണ്. പരസ്പര വൈരുദ്ധ്യങ്ങൾ കൃത്യമായിട്ട് ആ CD ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുന്ന ഏതൊരാൾക്കും കാണാൻ സാധിക്കും. പ്രസംഗത്തിന്റെ ഒരു ഭാഗത്തിൽ ഒരു മനുഷ്യനെ ജിന്നബാധയുണ്ട് എന്ന് ഉറപ്പിക്കണമെങ്കിൽ വഹയിന്റെ സാന്നിധ്യം വേണം. ആവശ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. സാധാരണ നടക്കുന്ന നമ്മുടെ ഈ പൊതു പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായി സമയം സ്വല്പം നീളുന്നുവെങ്കിൽ മാന്യ ശ്രോതാക്കൾ ക്ഷമയോടുകൂടി ഈ സദസ്സിൽ ഇരിക്കണം എന്ന് അറിയിക്കുകയാണ്. അത്യാവശ്യമായി ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് പോകുന്നതിന് വിരോധമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ബഹുമാന്യനായ ശൈഖ് അബ്ദുറഹ്മാൻ അൽ-ഈദാൻ ഹഫിളഹുല്ലാഹ് നമ്മെ അറിയിച്ചതുപോലെ തൗഹീദ് പ്രബോധനമാണ്. ഈ പ്രബോധനത്തിന്റെ സലഫുസ് സ്വാലിഹീങ്ങൾ കാണിച്ചു തന്ന മൻഹജ് അനുസരിച്ചുകൊണ്ട് ഈ തൗഹീദിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എന്റെ സംസാരം ഞാൻ നിർത്തിയത് നമ്മുടെ സംഘടനയിൽ നേരത്തെ സൂചിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെയും സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെയും മറ്റൊരു കാൽവെപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. 10 പണ്ഡിതന്മാർ കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ വളരെ പ്രസക്തമായ 13 കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തതിനു ശേഷം പിന്നീട് കേരളത്തിന്റെ ഒരു അറ്റത്ത് നടന്ന ഒരു പരിപാടി ഹദീസ് സെമിനാർ എന്ന പേരിൽ നടക്കുകയും അതിന്റെ CD വ്യാപകമായി മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ വിതരണം ചെയ്യപ്പെടുകയും ചെയ്തു. ആ CD വളരെ കൃത്യമായി ആവർത്തിച്ച് കേട്ട് കൃത്യമായി മനസ്സിലാക്കി അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ വളരെ വ്യക്തമായ ഇനിയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഒന്നാമത് ജനങ്ങളിലേക്ക് പ്രവേശനമായി നടക്കുന്നു. മറ്റൊന്ന് സംഘടനാ വിരുദ്ധമായിട്ടുള്ള വാക്കുകൾ ആ സംസാരത്തിലുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. മൂന്നാമതായി അതീവ ഗൗരവമേറിയ ഇസ്രായേൽ പ്രസ്ഥാനം സ്വീകരിച്ച പ്രമാണങ്ങളോട് സ്വീകരിക്കുന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു മൻഹജിലേക്ക് മുജാഹിദ് പ്രവർത്തകരെ കൊണ്ടുപോകുകയും ചെയ്യുന്നു. ഇതാണ് ഈ വിഷയത്തിന്റെ ഏറ്റവും ഗൗരവം. ആ ഗൗരവം ഉള്ളതുകൊണ്ടാണ് ഇതൊരു ഫുറൂഇയായ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസമല്ല, മറിച്ച് പ്രമാണബന്ധിതമായി മനസ്സിലാക്കേണ്ടതിന് പകരം പ്രമാണങ്ങളെ കൃത്യമായി സമീപിക്കുന്നതിന് പകരം ചില ആളുകളുടെ ഹവന്നഫ്സ് അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു വെച്ച ചില വിഷയങ്ങളിൽ നിന്നും താഴ്ന്നു വരാൻ മനസ്സനുവദിക്കാത്തത് കൊണ്ട് വീണ്ടും അബദ്ധങ്ങൾ പറയുകയും ആ അബദ്ധങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ വിഷയങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുവാനുള്ള കാരണം. എന്നാൽ സഹോദരങ്ങളെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യം, പ്രസംഗത്തിന്റെ ഒരു ഭാഗത്ത് ഒരാൾക്ക് ജിന്നബാധമുണ്ട് എന്ന് ഉറപ്പിക്കണമെങ്കിൽ വഹയ്യ് ആവശ്യമാണ്. വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരാൾ ജിന്നബാധമുണ്ട് എന്ന് ഉറപ്പിക്കാൻ പാടുള്ളൂ എന്ന വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരു സന്ദേശം കൃത്യമായി ജനങ്ങളെ പഠിപ്പിക്കുന്നു. അതാണ് യഥാർത്ഥ സന്ദേശം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും പ്രവാചകന്റെ തലത്തിൽ ജിന്നുകൾ വന്നതിനെ സംബന്ധിച്ച് അറിവില്ലായിരുന്നു. അല്ലാഹുവിന്റെ ദിവ്യ സന്ദേശമായ ഖുർആനിന്റെ വചനങ്ങൾ പ്രവാചകന് ലഭിച്ചപ്പോൾ മാത്രമാണ് താൻ നമസ്കരിച്ചപ്പോൾ താൻ ഇരുന്ന സമയത്ത് താൻ ഖുർആൻ പാരായണം ചെയ്ത സമയത്ത് ആ ഖുർആൻ പാരായണം ഒരു വിഭാഗം ജിന്നുകൾ കേൾക്കുകയും അവൻ ശ്രമിക്കുകയും അവൻ ഉൾക്കൊള്ളുകയും ബുദ്ധിമാവുകയും തിരിച്ചു പോവുകയും ചെയ്ത കാര്യം മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മനസ്സിലാകുന്നത്. വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു, പ്രവാചകനെ പറയുക, തീർച്ചയായും എനിക്ക് വഹയിന്റെ സന്ദേശം എത്തിയിട്ടുണ്ട്. ഒരു വിഭാഗം ജിന്നുകൾ തീർച്ചയായും വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം ഓതുന്നത് കേട്ടിട്ടുണ്ട് എന്നുള്ള ഖുർആനിന്റെ വചനം വന്നപ്പോൾ മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതൊരു സത്യമാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആ മനുഷ്യനെ പ്രവർത്തിക്കാൻ വേണ്ടി ജിന്നുകൾ പ്രവേശിക്കും, ജിന്നുബാധയുണ്ടാകും. വിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും കൃത്യമായി ബോധ്യപ്പെടുന്ന വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. ഒരാൾക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പിശാച് മനുഷ്യനെ ഏതൊക്കെ രൂപത്തിൽ ഉപദ്രവിക്കാൻ സാധിക്കുമോ ആ രൂപത്തിലെല്ലാം പിശാച് മനുഷ്യനെ ഉപദ്രവിക്കും, മാനസികമായി ഉപദ്രവിക്കും. ആ മാനസികമായ ഉപദ്രവത്തിന്റെ ഭാഗമായി മനുഷ്യന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവാം. വിശുദ്ധ ഖുർആൻ തന്നെ എങ്ങനെയാണ് പറഞ്ഞത്? അവർക്കുള്ള വലതു ഭാഗത്തിലുള്ളവരും നിങ്ങളുടെ ഇടതു ഭാഗത്തിലുള്ളവരും നിങ്ങളുടെ മുന്നിലുള്ളവരും പിന്നിലുള്ളവരും
അവൻ പരിശ്രമിക്കുക ചെയ്യും. ബുദ്ധിയുടെ പ്രമാണങ്ങളെ കണ്ട് ജിന്നബാധയെ നിഷേധിക്കുന്ന ആളുകളെ പോലെയല്ല ഇസ്രായേൽ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ. മറിച്ച് വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെ അനീതിയുടെ വെളിച്ചത്തിൽ പിശാചിന്റെ ഉപദ്രവങ്ങളെ കുറിച്ച്, പിശാചിന്റെ മനുഷ്യനെ വഴിമുട്ടിക്കുന്ന മാർഗങ്ങളെ കുറിച്ച് കൃത്യമായി സന്ദേശം നൽകേണ്ടതുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞു പോലും ഈ പ്രസ്ഥാനത്തിന്റെ ഐക്യം സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഈ പ്രസ്ഥാനത്തിൽ അവർക്ക് സ്ഥാനമുണ്ടാവുകയില്ല. അവർ പുസ്തകങ്ങൾ എഴുതിയാലും ശരി, ആ പുസ്തകങ്ങൾക്ക് ആളുകളുടെ ആമുഖം എഴുതിയാലും ശരി, ഇസ്രായേൽ പ്രസ്ഥാനം എന്ന് പറയുന്നത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. ആ പ്രമാണങ്ങളോട് സാഹിത്യങ്ങളായ സച്ചരിതരായ പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം അത് ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ് ഇസ്രായേൽ പ്രസ്ഥാനം. പക്ഷെ അതേ സമയത്ത് സഹോദരങ്ങളെ, ഭിന്നവാദ ഒരു മനുഷ്യരിലുണ്ട് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ, എന്ന് കൃത്യമായി ഉറപ്പിക്കണമെങ്കിൽ വഹീന്റെ സാന്നിധ്യം വേണം എന്ന സന്ദേശം ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രസംഗത്തിലൂടെ ആളുകൾക്ക് നൽകുന്നു. പക്ഷേ അതേ പണ്ഡിതൻ തന്നെ സംസാരത്തിന്റെ മറ്റു നിരത്ത് വന്നപ്പോൾ എന്റെ അടുക്കൽ വന്ന ഒരു വ്യക്തിക്ക് കൃത്യമായ ഭിന്നവാദം ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഒരു ഭാഗത്ത് ഭിന്നവാദയുണ്ട് എന്ന് ഉറപ്പിക്കണമെങ്കിൽ വഴിയുടെ സാന്നിധ്യം ആവശ്യമാണ് എന്ന് പറയുകയും ഒരു പ്രസംഗത്തിൽ ആ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നപ്പോൾ ആ വ്യക്തിക്ക് ഭിന്നവാദയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ഇന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു എന്ന് പ്രസംഗിക്കുന്നത് ഒരേ സമയത്ത് നമ്മൾ വിചാരിക്കുകയാണ്. എന്താണ് സഹോദരങ്ങളെ, വീണ്ടും വൈകിക്കുന്നു. അതേ പ്രസംഗത്തിൽ തന്നെ ചോദ്യോത്തരത്തിന്റെ മറ്റൊരു സെഷനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നിങ്ങൾ പറഞ്ഞു ഭിന്നവാദയുണ്ട് എന്ന് ഉറപ്പിക്കണമെങ്കിൽ വഹീന്റെ സാന്നിധ്യം വേണം. എന്നാൽ നിങ്ങളെ തന്നെ പറഞ്ഞു നിങ്ങളുടെ ഒരാൾ വന്നപ്പോൾ ഭിന്നവാദിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ അയാൾക്ക് ഖുർആനിന്റെ ഒരു CD ലൈബ്രറി കാർഡിൽ വെച്ചിട്ട് എയർപോർട്ടിൽ ചെവിയിൽ വെച്ച് കൊടുത്തുകൊണ്ട് അയാളെ ഖുർആൻ കളിപ്പിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് താങ്കൾ വിശദീകരിച്ചു. താങ്കൾക്ക് എങ്ങനെയാണത് ബോധ്യപ്പെട്ടത് എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് രീതിയിൽ വ്യത്യസ്തമായി മറ്റൊരു മറുപടിയിലേക്ക് ചെയ്യേണ്ടി വന്നു. എനിക്ക് അങ്ങനെ ഒരു സംശയമാണ് തോന്നിയത്, അങ്ങനെ സംശയം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ എന്നതിലേക്ക് പോകുന്നുണ്ടായി. അപ്പോൾ വൈരുദ്ധ്യം നിറഞ്ഞ പ്രസംഗങ്ങൾ ഇസ്രായേൽ പ്രസ്ഥാനത്തിന്റെ വേദികളിൽ നിന്നും സദസ്സിലേക്ക് ആളുകളിലേക്ക് നൽകുന്നത് ഇസ്രായേൽ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ്. അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തിരിച്ചറിയേണ്ട ബാധ്യത ഈ പ്രസ്ഥാനത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഇതിന്റെ പ്രബോധകർക്കും ഇതിന്റെ പ്രവർത്തകർക്കും ഇതിന്റെ പണ്ഡിതന്മാർക്കും ഉണ്ട്. ആ പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളിലൂടെ സഹോദരങ്ങളെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ വൈരുദ്ധ്യങ്ങൾ വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന വിഷയത്തെ സംബന്ധിച്ച് സുന്നികളായ ആളുകളുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയുമ്പോൾ കൃത്യമായി പറയുന്നു കേരളയെ സംബന്ധിച്ചുള്ള പ്രസ്ഥാനത്തിന്റെ നിലപാട് 1960കളിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറക്കിയ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയായ അമാനികളുടെ ഖുർആൻ പരിഭാഷയുടെ സൂറത്തുൽ ഫലത്തിന്റെ വിശദീകരണത്തിൽ കൃത്യമായി അക്കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ പ്രസ്ഥാനം ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സുന്നികളുമായി നടന്ന വാദപ്രതിവാദത്തിൽ വ്യവസ്ഥ എഴുതിയപ്പോൾ ആ വിഷയത്തിൽ പ്രസ്ഥാനത്തിന്റെ നിലപാട് കൃത്യമായി പറയുകയും ഈ വിഷയത്തിൽ സുന്നികളും ഞങ്ങളും തമ്മിൽ യാതൊരു അഭിപ്രായ വിശ്വാസമില്ല, അതുകൊണ്ട് അത് വാദപ്രതിവാദത്തിൽ എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്ന് വാദപ്രതിവാദ വ്യവസ്ഥ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ അമാനിയുടെ വിശ്വാസ ജീവിതം എന്ന പുസ്തകത്തിൽ ഈ വിഷയവുമായി ഈ ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായ രൂപത്തിൽ ജനങ്ങൾ ബോധവൽക്കരിക്കുകയുണ്ടായി. പണ്ഡിതന്മാർ ആവശ്യമാകുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രധാനമായിട്ടും പ്രവർത്തിച്ചും പ്രവാചകന്റെ അതീതം ഉദ്ധരിച്ചുകൊണ്ടും ഈ വിഷയം ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പറയുന്ന പണ്ഡിതൻ സ്വല്പം അങ്ങോട്ട് കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം ചോദ്യത്തിന് വിഷയമാകുമ്പോൾ അദ്ദേഹം പ്രബന്ധത്തിൽ നിന്ന് വായിക്കുന്നു. എന്ന വിഷയത്തെക്കുറിച്ച് ജമീയത്തുലമ ചർച്ച ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന പരസ്പര വൈരുദ്ധ്യമായ സന്ദേശം ജനങ്ങൾക്കിടയിൽ നൽകുന്നു. യഥാർത്ഥത്തിൽ ഇതായി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിവാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസമാവട്ടെ കർമ്മമാവട്ടെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് ചർച്ച നടത്തേണ്ടതില്ല. ഏത് പണ്ഡിതനും ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളോട് പറയാവുന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അതേ ചർച്ചത്തിൽ തന്നെ കേൾക്കാറുണ്ട്. ഈ പ്രസ്ഥാനത്തിലേക്ക് സുന്നികളായ പണ്ഡിതന്മാർ വന്നപ്പോൾ അതിൽ ചില പണ്ഡിതന്മാരൊക്കെ കോഴിക്കോട് വിചാരിച്ചതിൽ വന്നുകൊണ്ട് അബ്ദുൽ ഖാദർ മൗലവിയുടെ അടുക്കൽ വന്നുകൊണ്ട് ജനങ്ങളോട്
നിങ്ങളോട് പറയേണ്ടത്, ഞാൻ ഇങ്ങനെ പ്രബോധനം നടത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഏറ്റുകൊടുത്ത മറുപടി, നിങ്ങൾ പ്രധാന സുന്ദർക്കും അനുസരിച്ച് ജനങ്ങളെ പഠിപ്പിക്കണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അതിന് വ്യത്യസ്തമായി ഈ പ്രസ്ഥാനം നേരത്തെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഒരിക്കൽ പറയുകയും മറ്റൊരിക്കൽ ഈ വിഷയം കത്തറിയണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സംഗതികൾ ഈ പ്രസംഗത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ജില്ലബാധ, തെഹർബാധ, കണ്ണേറി, ഇതൊക്കെ വലിയ കാര്യമാണ്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് സ്ഥിരപ്പെടുത്താൻ കഴിയുന്നതല്ല, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഉറപ്പിക്കാൻ കഴിയുന്നതല്ല എന്ന് വളരെ വ്യക്തമായ സന്ദേശം ജനങ്ങൾക്ക് നൽകിയാണ്. സത്യസന്ധമായ സന്ദേശം വീട് ബാധിക്കുന്നതും തെഹർ ബാധിക്കുന്നതും കണ്ണേറ് ബാധിക്കുന്നതും ഒക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ഒരാൾക്കും തന്നെ ബുദ്ധിയുടെ മാനദണ്ഡം വെച്ചുകൊണ്ട് അത് നിഷേധിക്കാൻ സാധ്യമല്ല, അത് തള്ളിക്കളയാൻ സാധ്യമല്ല. അത് മടവൂരികളുടെ സ്വഭാവമാണ്. അത്തരം മടവൂരി ഇത്തരം ആളുകൾ ഈ പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ അവരെയും തുറന്നു കാണിക്കാൻ ഇതിന്റെ പ്രബോധനത്തിൽ യാതൊരു വഴിയില്ല. കൃത്യമായി കാണിക്കും. അത്തരം ആളുകളെ പ്രമാണങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള പ്രവർത്തനം കൃത്യമായി നമ്മൾ നടത്തുന്നത് ചെയ്യും. അപ്പോൾ ഹിന്ദുബാധയും തീവ്രവാദയും കണ്ണേറുമൊക്കെ വലിയ കാര്യമാണ് എന്ന് ഒരു സമയത്ത് പറയുന്നു. എന്നാൽ ചോദ്യോത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ ഒരു മനുഷ്യന് ഹിന്ദുബാധയാണ് എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞപ്പോ ഉറപ്പിക്കാൻ വഴിയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഭൗതികമായ രോഗികൾ വരുന്ന സമയത്ത് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ലഭിക്കുന്ന മറുപടി, അതിൽ നിന്നൊക്കെ ആ ഡോക്ടർ രോഗത്തിന്റെ കാരണം മനസ്സിലാക്കി ഒരു മരുന്നങ്ങൾ കൊടുക്കാറുള്ളത് എന്നതുപോലെ ഇതുമായി ബന്ധപ്പെടുമ്പോൾ ജിന്നബാധ, തീവ്രവാദ, അതേപോലെ തന്നെ വൃത്തി, അതേപോലെ തന്നെ കണ്ണേറ്, ഇത്തരം പ്രവർത്തനങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്നുള്ള വൈരുദ്ധ്യം നിറഞ്ഞ സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നു. ഇനിയും ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഈ രൂപത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. വളരെ പ്രധാനപ്പെട്ട 3 വൈരുദ്ധ്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതിന് ആരോപണമല്ല, കൃത്യമായതാണ്. ആ തീയതി നിങ്ങൾക്ക് ഇപ്പോഴും കേൾക്കാൻ സാധിക്കും, കിട്ടുവാൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ കേൾക്കുക, വാങ്ങി കേട്ടുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വൈരുദ്ധ്യം അതിലുണ്ടോ? ഒരു ഭാഗത്തൊന്നും അറിയുന്നു, മറുഭാഗത്തിൽ വിരുദ്ധമായി പറയുന്നു. ഇങ്ങനെ ഒരു സന്ദേശം മുജാഹിദുകളിൽ നിന്ന് അതിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് കേൾക്കുന്ന സ്വഭാവമാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സംഘടനാ വിരുദ്ധമായ വാർത്തകളും വാക്കുകളും ആ തീയതിയുടെ പല രംഗങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? 1/6/2010 ആ സർക്കുലർ കൃത്യമായി പറഞ്ഞു. ഞാൻ നേരത്തെ ആദ്യം വായിച്ച ഒന്നാമതായി വായിച്ച സർക്കുലർ ഇത് ജനങ്ങൾക്കിടയിൽ നടക്കേണ്ട, ഇത് ജനങ്ങൾക്കിടയിൽ ചർച്ച വിഷയമാക്കേണ്ട, പ്രബോധനത്തിന്റെ മുഖ്യ വിഷയമായിട്ട് കൊണ്ടുവരേണ്ട എന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ തീരുമാനിച്ച് അതിന്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകിയപ്പോൾ ഈ വിഷയം ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി എന്നവർത്തോളം ഹദീസുകളിലുള്ള കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാനെന്ന് മറ്റോളം തെറ്റിദ്ധാരണ ഉണ്ടാകും വിധം ചില പ്രമേയങ്ങൾ മുന്നോട്ട് വെക്കുകയും അതിൽ തെളിവ് തെളിയിക്കുന്ന ഹദീസുകൾ ആ പ്രമേയവുമായി യാതൊരു ബന്ധമില്ലാതിരിക്കുകയും ചെയ്യുന്ന സംഘടനാ വിരുദ്ധമായ പ്രവർത്തനം ഇത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 21/6/2011 ഞാൻ 10 പണ്ഡിതന്മാരെടുത്ത തീരുമാനം, ആ തീരുമാനങ്ങളിൽ ഞാൻ നേരത്തെ വായിച്ചു. 13ാമത്തെ തീരുമാനം എന്നാണ് ഈ കാര്യങ്ങൾ പരിഗണിച്ച് KJU നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശങ്ങളോട് യോജിച്ചുകൊണ്ട് മാത്രം എല്ലാവരും പ്രവർത്തിക്കേണ്ടതാണ്. സഹോദരങ്ങളെ ആലോചിക്കുക. കാസർഗോഡ് നടന്ന ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം പരിപാടി നടത്താൻ KJU നിർദ്ദേശമുണ്ടോ, അല്ലെങ്കിൽ KJU അനുവാദം കൊടുത്തിട്ടുണ്ടോ ഉണ്ടെന്ന് മാത്രമല്ല അതിനെ ചിന്തിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ഒരു വാക്യെന്നോണം അതിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും അതിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. നേരത്തെ ഇറക്കിയ സർക്കുലറിന് കൃത്യമായി വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് അതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നേരത്തെയുള്ള സർക്കുലർ നമ്മൾ വായിച്ചു. ഈ ഭാഗത്തേക്കും 2 ഭാഗത്തേക്കും അഭിപ്രായ വ്യത്യാസമുള്ളവരിൽ നിന്ന് പ്രബന്ധങ്ങൾ ശേഖരിച്ചു. ആ പ്രബന്ധങ്ങൾ പഠിച്ചു. എന്നിട്ട് ഞങ്ങളെത്തിയ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ അറിയിച്ചു. എന്നാൽ കേരള ജമീയത്തുൽ ഉലമക്ക് പഠിക്കാനും വളരെ വിധേയമാക്കാനും വേണ്ടി നൽകുന്ന ആ പ്രബന്ധം ആളുകൾക്ക് മുമ്പിലൂടെ പരസ്യപ്പെടുത്തിക്കൊണ്ട് ഇത് ആർക്കും വായിക്കാം, ഇത് ആർക്കും നൽകാം എന്ന് പറയുകയും പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അതിന്റെ കോപ്പികൾ ചെയ്യുകയും മെമ്മറിയിലാക്കിയിട്ട് അതിന്റെ പൂർണ്ണമായ രൂപം ഓരോരുത്തരുടെയും കമ്പ്യൂട്ടറുകളിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇസ്രായേൽ പ്രസ്ഥാനത്തിൽ ഇത്തരം ഒരു സമീപനം നേരത്തെ മടവൂരികളായ ആളുകൾക്കുണ്ടായിരുന്നു. ജമീയത്തുലമയുടെ മുമ്പിൽ ചർച്ച ചെയ്യാൻ വേണ്ടി സമർപ്പിച്ചിരുന്ന പ്രബന്ധങ്ങൾ, ആ പ്രബന്ധങ്ങൾ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ആളുകളുടെ മുമ്പിൽ വിതരണം ചെയ്യുന്ന
ഒരു സമീപനം നേരത്തെ നമ്മൾ കണ്ടതാണ്. ആ രൂപത്തിൽ ഒരു സംഘടന വിരുദ്ധമായ പ്രവർത്തനവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രസംഗത്തിന്റെ മുഴുവൻ ഭാഗവും കേട്ടാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മൂന്നാമത് അതീവ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെന്താണ്? ഒരു പുതിയ മധ്യത്തിലേക്ക് ഈ സമുദായത്തെ ഈ സംഘടനയിലെ ആളുകളെ കൊണ്ടുപോകുന്നു എന്നതാണ്. എന്താണ് വിഷയം? ഒരു ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ്. ആ ഹദീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആ ഹദീസിനെ ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോ ഒറ്റപ്പെട്ട മരുഭൂമിയിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ജിന്നുകളെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മലക്കുകളെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതേപോലെ തന്നെ ആ രൂപത്തിൽ ഒരു വിളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹദീസ് ഏകദേശം 2007 അൽ-ഇസ്ലാഹി എന്ന് പറയുന്ന മാസികയിൽ നമ്മുടെ ഒരു പണ്ഡിതൻ എഴുതുകയും ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രബോധന മേഖലയിൽ ചുണ്ടികളായ ആളുകളും മടമൂടികളായ ആളുകളും പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഭംഗം വരുത്തുന്ന വിധം കുറ്റങ്ങളും പ്രചരണങ്ങളും നുണകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വിഷയം 2007 മുതൽ തന്നെ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. 2007 മുതൽ തന്നെ ഈ വിഷയം ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിൽ ചോദ്യത്തിന് ഉത്തരമായി വന്നപ്പോൾ കൃത്യമായി പറഞ്ഞു, ജനങ്ങൾക്ക് കൊടുക്കേണ്ട സന്ദേശം ആ ബഹുമാന്യനായ പണ്ഡിതൻ ആദ്യം കൊടുത്തു. ആ ഹദീസ് ദഈഫാണ്, അതുകൊണ്ട് അമൽ ചെയ്യുന്ന പ്രശ്നമേയില്ല. ഇതാണ് ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടും മുജാഹിദ് പണ്ഡിതന്മാർ സ്വീകരിക്കേണ്ടതുണ്ട്. ഒരു ഹദീസ് അത് വിശ്വാസ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ചും സഹീഹായ റിപ്പോർട്ടിലൂടെ വന്ന ഹദീസ് മാത്രമായിരിക്കണം എങ്കിലേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. കർമ്മപരമായ കാര്യങ്ങൾക്ക് പോലും ദഈഫായ ഹദീസുകൾ ഉദ്ധരിക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കാറില്ല. തലയുമല്ല നാം നടത്തുന്ന അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലേഖനങ്ങൾ നാം വായിച്ചതാണ്. ദഈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ അമൽ ചെയ്യാൻ പാടുണ്ട് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. പക്ഷേ അവർ അങ്ങനെ അമൽ ചെയ്യാൻ 5 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്, 5 ഷർത്തുകൾ വെച്ചിട്ടുണ്ട്. ആ 5 ഷർത്തുകളും ഒരാളെ പാലിക്കുകയാണെങ്കിൽ ആ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുന്ന പ്രശ്നേ കുടിക്കില്ല. തത്വത്തിൽ ഹദീസ് ദഈഫാണെങ്കിൽ ആ ദഈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. ഹദീസ് ഫലപ്പെടുത്തുകയും ആ ശരിയായ ഹദീസിലൂടെ വന്ന ഒരു കർമ്മത്തിന്റെ ഫളായിൽ നൽകുകയും ചെയ്യുന്നുവെങ്കിൽ ആ ഫളായിലിന്റെ അതിന്റെ പരിഗണന നൽകുക എന്നല്ലാതെ അമലുകൾ ചെയ്യുവാൻ ദഈഫായ ഹദീസ് കൊണ്ട് പാടില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ അനുയായികളെ അഭിപ്രായങ്ങളായി പഠിപ്പിക്കുന്നതാണ്. ഈ സന്ദേശം നൽകുന്നു. ഈ ഹദീസ് ദഈഫാണ്, ഈ ഹദീസ് അതുകൊണ്ട് അമൽ ചെയ്യുന്ന പ്രശ്നമേയില്ല എന്ന് വളരെ കൃത്യമായി സമ്മതിക്കുന്നു. എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഹദീസുമായി, ഈ നല്ല ഹദീസുമായി, ദഈഫായ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യോത്തരങ്ങൾ വന്നപ്പോൾ ന്യായീകരിക്കുന്ന സമീപനമാണ് കണ്ടത്. ആ ഹദീസ് ദഈഫാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല, ആ ഹദീസ് ഉദാഹരണങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറയുന്നതിന് പകരം ആ ഹദീസ് ദഈഫാണ് എന്ന് നേരത്തെ പറഞ്ഞ് ആ വാക്ക് മറന്നുകൊണ്ട് ആ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മുൻഗാമികളായ ആളുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും തെളിവുകൾ ഉദ്ധരിച്ച് സമൂഹത്തെ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിന്റെ മഹാന്മാരൊക്കെ അമലുകൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പിന്നീട് വിശദീകരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനമായി വന്നതാണ് അഹ്മദ് ബിൻ ഹംബലിന്റെ ഒരു അനുഭവം എടുത്തു പറഞ്ഞതാണ്. അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം തന്റെ ജീവിതത്തിൽ 5 പ്രാവശ്യം ഹജ്ജിന് പോയിട്ടുണ്ട്. ആ ഹജ്ജിൽ ചിലതൊക്കെ വാഹനപ്പുറത്തും ചിലതൊക്കെ നടന്നുമാണ് ഹജ്ജിന് പോയത്. അങ്ങനെ ഒരു പ്രാവശ്യം ഹജ്ജിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് വഴി നഷ്ടപ്പെട്ടു, വഴി അറിയാതെയായിപ്പോയി. ആ സമയത്ത് അദ്ദേഹം ഉറച്ചിങ്ങനെ വിളിച്ചു പറഞ്ഞു, അടിമകളെ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് അദ്ദേഹം ഇങ്ങനെ ഉറച്ച പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം യഥാർത്ഥ വഴിയിലെത്തുകയും യാത്ര തുടരുകയും ചെയ്തു. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പറയാറുള്ളത്. പക്ഷേ ഈ റിപ്പോർട്ട് പറഞ്ഞ് ഇതിനെ അവസാനിപ്പിക്കുന്നില്ല. ഈ റിപ്പോർട്ട് പറഞ്ഞ് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നോ ഇതിനോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമീപനം എന്താണ് എന്നോ എന്ന് പറയുന്നതിന് പകരം നേരത്തെ വിവാദമായ ആ ദഈഫായ ഹദീസ് ദഈഫാണ് എന്ന് സമ്മതിച്ച ആ ഹദീസ് എടുത്തു വരികയും ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അഹ്മദ് ബിൻ ഹംബലിനെ പോലെയുള്ള ആളുകളെ അമൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അഹ്മദ് ബിൻ ഹംബലൊക്കെ ശിർക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്നുള്ള സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്.
ഇത് കേൾക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുക, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യന്റെ മഹാന്മാരൊക്കെ അമൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഷിഫ്റ്റായി മാറുന്നില്ല എന്നതാണ് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം. എന്താണ് യഥാർത്ഥത്തിൽ വസ്തുത? സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, അത് ഏറ്റവും പ്രധാനമായി നമ്മൾ ഉൾക്കൊണ്ടത് അഹ്മദ് ബിൻ ഹംബലിൽ നിന്നും ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മകനായ അബ്ദുള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകനാണ്. അബ്ദുള്ളയാണ് അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യുന്നത്. അക്കാര്യം റിപ്പോർട്ടിൽ വിശദമായി ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായി ചർച്ച നടത്തിയിട്ട് അഹ്മദ് നമ്പറിൽ നിന്നും അദ്ദേഹത്തിന്റെ മകൻ റിപ്പോർട്ട് ചെയ്യുന്ന ഈ റിപ്പോർട്ട് കൃത്യമായി കൊടുക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആശയത്തിൽ വാചകങ്ങളാക്കി കൊടുത്തതിന് ശേഷം അത് അവസാനിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ പറയുന്നത് ഔ കമാ ഖാല അബീ, അതല്ലെങ്കിൽ എന്റെ വാപ്പ പറഞ്ഞതുപോലെ. ആ റിപ്പോർട്ട് അവസാനിക്കുന്നത് അങ്ങനെയാണ്. എന്റെ വാപ്പ എന്നോട് പറഞ്ഞു, ഞാൻ 5 അച്ഛൻ പോയി, അതിൽ 3 പ്രാവശ്യം വാഴക്കുളത്ത് 2 പ്രാവശ്യം നടന്ന്, അത് 2 പ്രാവശ്യം എനിക്ക് വഴി നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, പറഞ്ഞു എനിക്ക് വഴി കിട്ടി, അങ്ങനെ ഞാൻ വഴിയിലൂടെ പോയി. അപ്പോ അഹമ്മദിന്റെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മകന് പോലും തന്റെ പിതാവ് എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. അങ്ങനത്തെ റിപ്പോർട്ടാണ്. ശരി, ഈ അഹമ്മദിന്റെ നിന്ന് അങ്ങനത്തെ സംഭവം ഉണ്ടായി എന്ന് തന്നെ ഓർക്കുക. എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്? ഹദീസിന്റെ പിൻബലമില്ലാത്ത, വിശുദ്ധ ഖുർആനിന്റെ സന്ദേശമില്ലാത്ത ഒരു വിഷയം വിശ്വാസ കാര്യത്തിൽ സ്വീകരിക്കുക എന്നത് മുജാഹിദുകളുടെ സ്വഭാവമല്ല. ഹദീസ് എന്ന് സംബന്ധിക്കുന്നതോടുകൂടി അഫ്രിക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതേത് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടോ ആ റിപ്പോർട്ടുകൾ മുഴുവനും തലച്ചുവട്ടയിലേക്ക് എറിയുക മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുക. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. പരവീയായിരിക്കും, കുമാരിയായിരിക്കും അത്തരം ഹദീസുകളുടെ സ്ഥാനം. അതല്ലാതെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന മഹാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ചെയ്യാം, അത് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ മുജാഹിദ് പണ്ഡിതന്മാർ ഒരിക്കലും തന്നെ അങ്കലാപ്പുണ്ടാക്കുകയില്ല. തന്നെയുമല്ല, ഇത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഗതി ഉണ്ടാവില്ലല്ലോ. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഈ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിക്കാത്ത ഒരു പുതിയ പണ്ഡിതനാണ്. എന്താണത്? സഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പൂർവികനായ ഒരു പണ്ഡിതൻ ഒരു പ്രവൃത്തി ചെയ്തു, അതുകൊണ്ട് ഇങ്ങനെ മഹാന്മാരൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളും ആ വാക്കിൽ അങ്ങനെ തീർക്കാണ് എന്ന് പറയാൻ പാടില്ല, നമുക്ക് അത് സ്വീകരിക്കാം എന്നുള്ള സന്ദേശം നൽകൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മനുഷ്യരല്ല. ഇസ്ലാഹി പ്രസ്ഥാനം നൽകുന്ന സന്ദേശമല്ല, ഇസ്ലാഹി പ്രസ്ഥാനം സ്വീകരിക്കുന്ന പ്രമാണങ്ങളുടെ സമീപനവുമല്ല. അതാണ് ഒരു പുതിയ മനുഷ്യരിൽ ജനങ്ങളിലേക്ക് ഇതിലൂടെ വെച്ചു കൊടുക്കുകയാണ്. റഹീഫായ ഹദീസുകൾ കൊണ്ട് മുൻഗാമികളൊക്കെ അമൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത്തരം അമലുകൾ ചെയ്യുന്നത് വിവാദത്തുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ശിർക്ക് എന്ന് പറയാൻ പാടില്ലായിരുന്നു. പിന്നെയോ ആ പ്രസംഗത്തിന്റെ പല സന്ദർഭങ്ങളിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഒട്ടേറെ പദക്കസത്തുകളാണ്, ഒട്ടേറെ പദക്കസത്തുകളാണ്. വിവിധ വേദികളിൽ ആ പദക്കസത്ത് ആവർത്തിക്കാറുണ്ട്, വിവിധ വേദികളിൽ ആവർത്തിക്കാറുണ്ട്. എന്താണ് സഹോദരങ്ങളെ ഇവിടെ വിഷയം? അല്ലാഹുവിനോട് ഇസ്തിഗാസ നടത്താൻ പാടില്ല, അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പാടില്ല, അല്ലാഹുവിനോട് ഇസ്തിആനത്ത് നടത്താൻ പാടില്ല, അല്ലാഹുവിനോട് ഇസ്തിആനത്ത് നടത്താൻ പാടില്ല. ഇത് മുജാഹിദ് പ്രവർത്തകരായ ആളുകൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അല്ലാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അല്ലാഹുവിനോട് മാത്രമേ രക്ഷ തേടാൻ പാടുള്ളൂ, അല്ലാഹുവിനോട് മാത്രമേ ആവശ്യങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ചൊല്ലി പഠിക്കുന്ന മുജാഹിദ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂല് മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, വൈദാ തഅലക ഫസ്അലില്ല, നീ ചോദിക്കുന്ന പക്ഷം നീ അല്ലാഹുവിനോട് ചോദിക്കണം. വൈദാ തഅലക, നീ രക്ഷ തേടുന്ന പക്ഷം അല്ലാഹുവിനോട് ഫസ്അലില്ല, അല്ലാഹുവിനോട് രക്ഷ തേടണം എന്ന് ഇബ്രാഹിം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയുണ്ടായി. എന്താണ് ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്ന സമീപനം? പക്ഷേ ഈ സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർ ജിന്നുകളോട് സഹായം തേടാം എന്ന് പറയുന്നു എന്ന് പല വേദികളിൽ നിന്നും കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു മനുഷ്യനും ജിന്നുകളോട് സഹായം തേടാം എന്ന് പറഞ്ഞിട്ടില്ല, ജിന്നുകളോട് സഹായിക്കാം എന്ന് പറഞ്ഞിട്ടില്ല.
ജിന്നുകളോട് സഹായം തേടാം എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങൾ എന്തിനാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നത്, എന്തിനാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നിയേക്കാം. ഇങ്ങനെ വ്യക്തമാണല്ലോ അലിസ്ലായി ചോദ്യത്തിന്റെ മറുപടിയായി ജിന്നുകളോട് സഹായം തേടാമെന്നുള്ള വാദം താങ്കളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കൃത്യമായി മറുപടി എടുക്കുന്നു. അങ്ങനെ ഒരു വാദം ഞങ്ങൾക്കില്ല, എനിക്ക് എന്നല്ല ഒരാൾക്കും തന്നെ അങ്ങനെ ഒരു വാദമില്ല. അങ്ങനെ വാദം ചെയ്ത് തെളിയിക്കാൻ കഴിയുമോ എന്ന് കൃത്യമായി സമൂഹത്തിനുള്ളിൽ നമുക്ക് മറുപടി പറയാൻ കഴിയുന്നു. പക്ഷേ ഇത് എവിടെയാണ് സഹോദരങ്ങളെ വിടുന്നത്, എവിടെയാണ് അബദ്ധം സംഭവിച്ചത്, എവിടെയാണ് വ്യതിയാനം സംഭവിക്കുന്നത്? അതാണ് ജിന്നുകളോട് സഹായം തേടാൻ പാടില്ല. എന്നാൽ ജിന്നുകൾക്ക് അല്ലാഹു നൽകിയ സഹായം കൊണ്ട് അവർ നമ്മെ സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവരോട് സഹായം ചോദിക്കുക. ഇതാണ് വാദം. ജിന്നുകളോട് സഹായം തേടാൻ പാടില്ല, എന്നാൽ ജിന്നുകളോട് സഹായം ചോദിക്കാം. ഈ ഒരു വാദമാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കും, ആരാണ് പറഞ്ഞത്, എവിടെയാണ് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്? ഈ 3 ചോദ്യങ്ങളും പ്രസക്തമാണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയെങ്കിൽ അതൊരു മുജാഹിദ് പ്രവർത്തകന്റെ സ്വഭാവമാണ്. ആര് എന്ത് എവിടെ എങ്ങനെയൊക്കെ ചോദിക്കാതെ മുജാഹിദ് പ്രവർത്തകൻ ഒരു സംഗതി സ്വീകരിക്കുകയില്ല. പക്ഷേ ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ഈ തൗഹീദ് പ്രബോധനവുമായി മുന്നോട്ട് പോകണമെന്നാണ്. ഐക്യത്തോടുകൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകോദര സഹോദരങ്ങളായി ഈ തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന്റെ ആ ഒരു സുരക്ഷിതത്വം